വഖവാഇബ അത്റാബാ, സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. സമപ്രായക്കാരികളായ സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്തനം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും. മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്തനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. ഖവാഇബ അത്റാബ, സമപ്രായക്കാരികളായ സഹോദരിമാർ. ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്തനങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ നഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ നഈൻ, ഹൂറുല്ലിങ്ങളുണ്ട്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സ്വർഗീയ തരുണിമണികള്. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള്, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് അവിടെ. കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ കേൾപ്പിക്കാം. ഒരു ദീർഘമായ ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു. ഹൂറുലിങ്ങളെ കുറിച്ച് മാത്രമാണോ നേരത്തെ പറഞ്ഞ ഖവാഇബ അത്റാബ എന്ന് പറഞ്ഞത്? അല്ല, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടർക്കും ബാധകമാണ്. കാരണം സ്വർഗീയ പെണ്ണുങ്ങളെ ഒറ്റ വാക്കിൽ പരാമർശിക്കുന്നിടത്ത്, ഹൂറുലിങ്ങൾ എന്ന് പ്രത്യേകം പറയാതെ ഒറ്റ വാക്കിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് ഹൂറുലിങ്ങൾ മാത്രമല്ല, ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ എത്തിപ്പെട്ട പെണ്ണുങ്ങള് ഹൂറുലിങ്ങളെക്കാൾ സുന്ദരികളും ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ച. അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും. ഖവാഇബ അത്റാബ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്ന് മരിച്ചുപോയ പെണ്ണൊരു പക്ഷേ 90-ാമത്തെ വയസ്സിലായിരിക്കും പാത്തുമ്മത്താത്ത വിടുന്ന് മരിച്ചുപോയത്. പക്ഷെ അവിടെ എത്തുമ്പോൾ 90 വയസ്സായിട്ടാണോ? അല്ല. സ്തനങ്ങളൊന്നും ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, മുതുക് വളഞ്ഞിട്ടില്ല, പല്ല് വീണുപോയിട്ടില്ല. ആ ഓമനത്വം തുളുമ്പുന്ന മുഖവും ശരീരവുമായിട്ട് ആ പഴയ ഫാത്തിമ്മക്കുട്ടി അല്ല. അതിലേറെ ഇവിടെ നിന്ന് സൗന്ദര്യം കുറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയല്ല, പൂർണ്ണമായും ചേഞ്ചിന് വിധേയമായിട്ടാ വരുന്നത്. ഇൻഷാ അല്ലാഹ് ഭാഗങ്ങളൊക്കെ ഞാൻ ഓതാൻ പോകുന്നുണ്ട്. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ പറഞ്ഞതിൽ ആദ്യമായി സൂറത്തുൽ വാഖിയയിൽ അല്ലാഹ് പറഞ്ഞതിന്റെ ആ താല്പര്യം, കംസാലിൽ ലുഉലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തിനൊരു പ്രത്യേകതയുണ്ട്. കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല. ആ മുത്ത് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയൂ. മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ, അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ. വിശുദ്ധമായ മുത്താൻ. മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക. പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പോഴാണ് പൊടി പാറുക, അഴുക്ക് പറ്റിപ്പിടിക്കുക, അതിൻ്റെ കളറിന് അതിൻ്റെ തിളക്കത്തിനു മങ്ങലേൽക്കുക. എന്നാൽ ഒരനക്കം മങ്ങലേറ്റിട്ടില്ലാത്ത തിളങ്ങുന്ന ശരീരമുള്ള സഹോദരിമാർ അല്ലാഹു തആല പറഞ്ഞതാ. ഇവരെ കുറിച്ച് പറഞ്ഞു കംസാലിൽ ലുഉലുഇൽ മക്നൂൻ. കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല. നീയാണ് ആദ്യമായിട്ട് തൊടുന്നത്, നീയാണ് ആദ്യമായിട്ട് അവരെ തൊടുന്നത്. അതിന്റെ മുമ്പ് ഒരൊറ്റയാളും തൊട്ടിട്ടില്ല. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. എവിടെ? സൂറത്തുർ റഹ്മാനിൽ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഇവരുടെ മുമ്പ്, ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് മുമ്പ് അവരെ ഇൻസോ ജിന്നോ മുമ്പ് തൊട്ടിട്ടില്ല. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. അതാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീരെ അശുദ്ധമാകാത്ത വിശുദ്ധരായ സ്ത്രീകള്
അഴുക്ക് പുരണ്ടിട്ടില്ലാത്ത, തിളക്കത്തിനൊരു മങ്ങൽ പോലും ഏൽക്കാത്ത നല്ല സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടവിടെ. സ്ത്രീ സൗന്ദര്യം പറയുമ്പോഴേക്ക് ആനന്ദം കൊള്ളുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ആനന്ദം കൊള്ളാനുള്ളത് ഈ ഭൂമി ലോകത്ത് നിയമവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കുന്നതിലാണ്. എന്തുകൊണ്ട്? നാളെ മരണാനന്തരം ഇത്രയും വലിയ അനുഗ്രഹം അവർക്ക് കിട്ടണമെങ്കിൽ, ഇത്രയും വലിയ ആസ്വാദനം അവർക്ക് ലഭിക്കണമെങ്കിൽ 1-2 ദിവസത്തെ ആസ്വാദനത്തിൽ നിന്ന് അവർ മാറി നിന്നെങ്കിലേ അവർക്ക് അത് ലഭിക്കൂ. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കാണുന്നതിലൊക്കെ ഏതു ചെയ്യുന്നു? തൻ്റെ ലൈംഗിക ദാഹം തീർക്കുന്നു. ഇവിടെ തൻ്റെ വൈകാരിക ദാഹം എല്ലായിടത്തും ഇവൻ തീർക്കുന്നുവെങ്കിൽ, അതിനൊരു വ്യവസ്ഥാപിതമായ നിയമങ്ങളില്ലെങ്കിൽ, വ്യവസ്ഥാപിതമായ രൂപമില്ലെങ്കിൽ, ചിട്ടയൊത്ത രീതിയില്ലെങ്കിൽ കുടുങ്ങിയത് തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇൻഷാ അല്ലാ അത് നമ്മൾ നാളെ പരാമർശിക്കാൻ പോകുന്നുണ്ട്, നരകത്തിൻ്റെ ഭയാനകത എന്താണെന്ന്. അതേസമയം ചിട്ടയൊത്ത് നീങ്ങിയാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. നിങ്ങൾ കേൾക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഒരു ദീർഘമായ ഹദീസാണ്, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അൻ ഖൗലില്ലാഹ്, പടച്ച റബ്ബിന്റെ വാക്കെനിക്ക് വിശദീകരിച്ചു തരണം. വഹൂറുൻ ഐൻ, ഹൂറുൻ ഐൻ എന്ന് അല്ലാഹ് പറഞ്ഞല്ലോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹൂർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു, ഖാല ഹൂറുൻ ബീൽ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ വെളുവെളുന്നനെ വെളുത്ത പെണ്ണുങ്ങൾ എന്നാണ്, നല്ല തിളക്കമുള്ള സഹോദരികൾ എന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ളിഹാമുൽ ഉയൂൻ, കൺതടാകം വിശാലമായ കണ്ണഞ്ചിപ്പിക്കുന്ന കണ്ണുകളുള്ള നല്ല തിളക്കമുള്ള പെണ്ണുങ്ങളെന്നാണ് ഹൂറുൻ ഐൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മു സലമ വിട്ടില്ല, നബിയെ എനിക്ക് കുറച്ചും കൂടെ ചോദിക്കാനുണ്ട്. ഖുൽതു, ഞാൻ പറഞ്ഞു, അഖ്ബിർനി അൻ ഖൗലില്ലാഹ്, അല്ലാഹുവിൻ്റെ വാചകം എനിക്ക് വിശദീകരിച്ചു തരണം നബിയെ. ഏതാണ് ആ വാചകം? നേരത്തെ ചോദിച്ചത് സൂറത്തുൽ വാഖിയയിലെ ഒരു വചനമാണ്. തൊട്ടടുത്തുള്ള വചനം ചോദിക്കുന്നു, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. സൂറത്തുൽ വാഖിയയുടെ 22-ാമത്തെ ആയത്താ മറ്റത്, 23-ാമത്തെ ആയത്ത്, കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ നബിയെ? ഹബീബ് വിശദീകരിച്ചു കൊടുത്തു, സഫാഉഹുന്ന സഫാഉദ്ദുർ, അവരുടെ തിളക്കം, അവരുടെ ശുദ്ധി, അവരുടെ വിശുദ്ധി, ആ സഫാഉദ്ദുർ മുത്തിന്റെ വിശുദ്ധി പോലെയാണ്. അല്ലദീ ഫിൽ അസ്ദാഫ്, ചിപ്പിക്കകത്തിരിക്കുന്ന മുത്തിനുള്ള വിശുദ്ധി പോലെയുള്ള വിശുദ്ധിയാണ് കേട്ടോ അവർക്കുള്ളത്. അല്ലദീലം തമസ്സഹുൽ ഐദി, ഒരൊറ്റ കരങ്ങളും ആ മുത്ത് തൊട്ടിട്ടില്ല. ആ മുത്തിനെന്തൊരു വിശുദ്ധിയാണോ ഉള്ളത്, ആ വിശുദ്ധിയാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് കംസാലിൽ ലുഉലുഇൽ മക്നൂൻ എന്നല്ലാഹു പറഞ്ഞത്. ഉമ്മു സലമ പറഞ്ഞു, ഞാൻ വിട്ടില്ല. ഇത് സംബന്ധമായുള്ള എല്ലാ ആയത്തുകളും അങ്ങ് ചോദിക്കാമെന്ന് കരുതി ഞാൻ ചോദിച്ചു. ഖുൽതു അഖ്ബിർനി അൻ ഖൗലിഹി തആല, നബിയെ നിങ്ങൾ അല്ലാഹുവിൻ്റെ വാക്ക് എനിക്ക് വിശദീകരിച്ചു തരണം. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സൂറത്തുർ റഹ്മാനിന്റെ 70-ാമത്തെ ആയത്ത്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവരുടെ കൂട്ടത്തിൽ ഖൈറാത്തുൻ ഹിസാൻ, നല്ല സ്ത്രീകളുണ്ട്, സുന്ദരികളായ സ്ത്രീകളുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞു, ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഖൈറാത്തുൽ അഖ്ലാഖ്, സൽ സ്വഭാവികളായ പെണ്ണുങ്ങള്. ഹസന ഹിസാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹിസാനുൽ വുജൂഹ്, മുഖം കണ്ടാൽ നല്ല സുന്ദരികളാണവർ, സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇതാണ് ഖൈറാത്തുൻ ഹിസാൻ. പിന്നെയും ചോദിച്ചു, നബിയെ അല്ല, എനിക്ക് വേറെ ഒരു കൺഫ്യൂഷനും കൂടെയുണ്ട് നബിയെ. ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അത്ഭുത രൂപത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ,
കഅന്നഹുന്ന ബൈദും മക്നൂൻ. ആ പറഞ്ഞത് എന്താ നബിയെ? കഅന്നഹുന്ന ബൈദും മക്നൂൻ. അവർ തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം നമുക്കിങ്ങനെ അത് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഹൂറുലിങ്ങളെ കുറിച്ച് പറഞ്ഞ ബൈദും മക്നൂൻ, മുട്ട പോലെയാണ്. മക്നൂൻ, തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുട്ട. ഇതെന്താ നബിയെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഉമ്മു സലമ തിരിഞ്ഞില്ലേ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സൂറത്തു സാഫാത്തിലെ 49-ാമത്തെ വചനമാണ്. അതിനെ റസൂലുള്ള വ്യാഖ്യാനിച്ചു, റിഖ്ഖതുഹുന്നകരിഖത്തിൽ ജിൽദ്. ആ പറഞ്ഞത് അവരുടെ ചർമ്മത്തിൻ്റെ ഓമനത്വമാണ് ഉമ്മു സലമ. അവരെ ചർമ്മത്തിൽ തൊട്ടാലുള്ള മിനുസമാണ് ആ പറഞ്ഞത്. റിഖ്ഖതുഹുന്ന, അവരെ തൊട്ടാലുള്ള ഓമനത്തോ, അവരെ തൊട്ടാലുള്ള മിനുസം. കരിഖത്തിൽ ജിൽദില്ലദീ റഅയ്തി ഫീ ദാഖിലിൽ ബൈദാ, മുട്ടയുടെ അന്തർഭാഗത്ത് നീ വെള്ള കണ്ടിട്ടില്ലേ? മുട്ടയുടെ വെള്ള, അതിലിങ്ങനെ തൊട്ടാൽ നല്ല മിനുമിനുത്ത അവസ്ഥയായിരിക്കും. അതേ രൂപത്തിലുള്ള മിനുസമായിരിക്കും ഉമ്മു സലമാ ഹൂറുലിങ്ങളുടെ ശരീരത്തിന്. അള്ളാഹുവിൻ്റെ ഹബീബ് വർണ്ണിക്കുകയാണ്. കണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് കഅന്നഹുന്ന ബൈദും മക്നൂൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മിമ്മാ യലിൽ ഖിശ്റ, മുട്ടയുടെ ഉള്ളിൽ നീ കാണുന്നു. അതെവിടെ? അകത്ത് എന്ന് പറയുമ്പോൾ, അകത്ത് എന്ന് പറയുന്ന സമയത്ത് കോഴിമുട്ടയുടെ കുരുവിനെ കുറിച്ചല്ല ചർച്ച. കോഴിമുട്ടയുടെ മഞ്ഞക്കുരുവിനെ കുറിച്ചല്ല ചർച്ച. മിമ്മാ യലിൽ ഖിശ്റ, അതിൻ്റെ തൊലിയുടെ തൊട്ടടുത്തുള്ള ആ വെള്ളയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വഹുവൽ ഗിർഖി, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴിമുട്ട വെള്ളയാണ്. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണിത്, ഗിർഖി, വഹുവൽ ഗിർഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതേ രൂപത്തിലാണ് കേട്ടോ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ ഖൗലിഹി ഉറുബൻ അത്റാബാ. അല്ല വേറെ ഒരു സ്ഥലത്ത് ഉറുബൻ അത്റാബാ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബാ എന്ന് പറഞ്ഞല്ലോ. ഇതാരെ പറ്റിയാ നബിയേ? ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം കന്യകകളാക്കി സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സ്വർഗീയ തരുണിമണികളെ നാം കന്യകകളായി സൃഷ്ടിക്കും. എന്റെ സ്വർഗാവകാശികൾക്ക് വേണ്ടി കന്യകകളായി സൃഷ്ടിക്കൂ. ഉറുബൻ അത്റാബ, അവർ ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കുന്നവരാണ്. അത്റാബ, സമപ്രായക്കാരാണ് അവർ. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഈ ഭൂമിയിൽ നിന്ന് അമലു ചെയ്ത് കഷ്ടപ്പെട്ടു മരിച്ചുപോയ പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഹുന്നല്ലവാതി ഖുബിൽന ഫീ ദാരി ദുനിയാ, ഐഹിക ലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട ആ പെണ്ണുങ്ങളെ കുറിച്ചാണ് അള്ളാഹു ആ പറഞ്ഞത്. അത് ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ്. അതാ ഞാൻ പറഞ്ഞത്, ദുനിയാവിലെ പെണ്ണുങ്ങളെ കുറിച്ച്. അപ്പൊ ദുനിയാവിലെ പെണ്ണുങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉറുബൻ അത്റാബാ, സമപ്രായക്കാരികൾ, കാണാൻ നല്ല സുന്ദരികൾ, ഒരേ പ്രായക്കാർ. അതുപോലെ തന്നെ ഉറുബൻ, ഭർത്താക്കന്മാരെ നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങള്. എല്ലാവരും കന്യകകള്. ഭൂമിയിൽ ഒരു പക്ഷേ 10 പെറ്റ പാത്തുമ്മത്താത്തയാ, പക്ഷെ അവിടെ വരുമ്പോ കന്യകയാ. അവിടെ വരുമ്പോ കെട്ടിക്കാത്ത പെൺകുട്ടിയുടെ ആകൃതിയിലാ വരുന്നത്. വയസ്സെത്രയാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹുന്ന ബനാതു 33, അവർക്കൊക്കെ 33 വയസ്സാണ്. വകദാലിക അസ്വാജുഹുൻ, അതേ രൂപത്തിൽ തന്നെയാണ് സ്വർഗത്തിലുള്ള പുരുഷന്മാർക്കും 33 വയസ്സാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 33 വയസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഫജഅൽനാഹുന്ന അബ്കാറ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഒരു ഹദീസിലൂടെ, ഈ ഹദീസിലെല്ലാം വായിക്കുന്ന ഹദീസിലല്ല, മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, ഭർത്താക്കന്മാർ ഓരോ പ്രാവശ്യം അവരെ സമീപിക്കുമ്പോഴും അവർ കന്യാചർമ്മമുള്ളവരായിരിക്കും, കന്യകകളായിരിക്കും.
ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, വലിയ തമാശക്കാരിയായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി പറഞ്ഞു, വാ വജഅ യാ റസൂലല്ലാഹ്, വാ വജഅ യാ റസൂലല്ലാഹ്. ആയിഷ ബീവി ഒരു തമാശ പറഞ്ഞതാ. നബിയെ, അത് കുറച്ച് കഷ്ടാണല്ലോ നബിയെ. കാരണം കന്യകയായിട്ട് അവിടെ സ്ഥിരമായി നിൽക്കുക എന്നത് അതൊരു വല്ലാത്ത കഷ്ടമല്ല നബിയെ. കാരണം ഒരു കന്യകയായ പെണ്ണിന് ഭർത്താവുമായി ബന്ധപ്പെടാൻ ടുമ്പോഴുണ്ടായ മാനസിക നിർവൃതി, അത് അവസാനിക്കാത്ത കാലഘട്ടത്തില് എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് നിലനിൽക്കുമെന്ന് പറയുമ്പോ ഇത് ആഗ്രഹിക്കാത്തവരാരുണ്ടാകും? ഫസ്റ്റ് നൈറ്റ് ഒന്നും മടങ്ങി വരാൻ സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കൂലേ? സ്വാഭാവികമാണ്. പക്ഷേ അത് തീരാത്ത ഫസ്റ്റ് നൈറ്റുകൾ തീരാത്ത ലോകം, അത് സ്വർഗമാണ്.